LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം കണ്ടില്ലെന്ന് നടിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും. ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് 22 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് വിദ്യാർത്ഥികൾ നിരാഹാര സമരം അടക്കം അനുഷ്ഠിച്ചിരുന്നു. സിനിമാ പ്രവർത്തകർ അടക്കം സമരത്തിന് പിന്തുണയുമായി എത്തിക്കഴിഞ്ഞു. സർക്കാരിന്റെ കൺമുന്നിൽ LP-ST റാങ്ക് ലിസ്റ്റുകാർ നടത്തുന്ന സമരം തുടങ്ങിയിട്ട് 23 ദിവസമായി. പൊതുവിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ വിദ്യാർത്ഥികൾ ദിവസേന പാസ് എടുത്തുപോയി നിരന്തരം ആവശ്യം അറിയിക്കുന്നുമുണ്ട്. എന്നാൽ സമരക്കാരുടെ ആവശ്യങ്ങൾ ഒന്നും ഇതുവരെ പരിഗണിച്ചിട്ട് പോലുമില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ പറയുന്നു. ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പാസ് എടുത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് പാസ് എടുത്താണ് പോയി കാണുന്നത്. സംസാരിക്കും, ഞങ്ങളുടെ ആവശ്യങ്ങൾ സംസാരിക്കും. പക്ഷേ ഇതുപോലെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. അവർ സാമ്പത്തിക ബാധ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ മാറ്റി നിർത്തുന്നത്. എനിക്കറിയില്ല എന്താണ് ഈ സാമ്പത്തിക ബാധ. ഒരു അധ്യാപകനെ നിയമിക്കാൻ സാമ്പത്തിക ബാധയാണ് ഈ കേരളത്തിൽ. വളരെ കഷ്ടമാണ്. 2028 വരെ ലിസ്റ്റിന് കാലാവധിയുണ്ടെങ്കിലും അധ്യാപക നിയമനമായതുകൊണ്ട് തന്നെ ഇനി ഒരു അധ്യയന വർഷം മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് മുൻപിലുള്ളൂ. അതുകൊണ്ട് ലിസ്റ്റ് നീട്ടി നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. എന്നാൽ ഇവരുടെ ആവശ്യങ്ങളിൽ ഒരു ചർച്ച നടത്താനും 22 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ തയ്യാറായിട്ടില്ല. ജൂലൈ മാസം ആകുമ്പോഴത്തേക്കാണ് തസ്തിക നിർണ്ണയം നടത്തിയ അധ്യാപകരെ പുനർവിന്യസിച്ച ശേഷം ബാക്കിയുള്ള ഒഴിവുകളിലേക്കാണ് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഡിവിഷൻ ഫോൾ ആയതുകൊണ്ട് ഈ റിട്ടയർമെൻറ്റ് വേക്കൻസികളിൽ മുഴുവൻ അധ്യാപകരെ പുനർവിന്യസിക്കാൻ എടുക്കുക. അപ്പോൾ ഇനി ഞങ്ങൾക്ക് 2027 അധ്യയന വർഷം മാത്രമേ കിട്ടൂ. 2028 വരെ ഉണ്ടെങ്കിലും 2027 വരുന്ന വേക്കൻസികൾ കൂടെ ഞങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഞങ്ങൾ സമരവുമായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സമരത്തിന് ടൊവിനോ തോമസ്, ചന്തു സലീംകുമാർ തുടങ്ങിയ സിനിമാ പ്രവർത്തകർ ഇതിനോടകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ചട്ടവിരുദ്ധ നിയമനങ്ങൾ നടത്തുന്ന മന്ത്രി സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.